പനീർ ബിരിയാണി ഉണ്ടാക്കാനായി 1/2 കിലോ പനീർ ക്യൂബായി കട്ട് ചെയ്തതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ് എന്നിവ ചേർത്ത് ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ച ശേഷം പനീറിൻ്റെ 4 വശവും മൊരിച്ചെടുക്കുക. ഒരു മീഡിയം സൈസ് സവാള കനം കുറഞ്ഞരിഞ്ഞ് സൺഫ്ലവർ ഓയിലിൽ ഗോൾഡൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിവെക്കുക. അതേ എണ്ണയിൽ അല്പം അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റിവെക്കുക. ഉള്ളി വറുത്ത എണ്ണയിൽ നിന്നും അല്പം എണ്ണ ഉപയോഗിച്ച് 2 മീഡിയം സൈസ് സവാള കനം കുറഞ്ഞരിഞ്ഞത് വഴറ്റുക. അതിലേക്ക് 2 തക്കാളി ക്യൂബായി അരിഞ്ഞതും നന്നായി വഴറ്റിയെടുക്കുക. ഒരു ജാറിൽ 1 പിടി മല്ലിയില, 1 പിടി പുതിനയില, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, അല്പം വെളുത്തുള്ളി, 2 പച്ചമുളക്, പെരുംജീരകം, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ നന്നായി ബ്ലെൻഡ് ചെയ്ത് വഴറ്റിയവയിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തിളക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 കറുവപ്പട്ട, 1 ബേസിൽ ലീഫ് എന്നിവ ചേർക്കുക. ഇതിലേക്ക് വറുത്ത് വെച്ച പനീർ ചേർത്ത് ഇളക്കി 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് വെള്ളം വറ്റുമ്പോൾ ഓഫ് ചെയ്യുക. ഒരു പാത്രത്തിൽ 7 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1 കറുവപ്പട്ട, 2 സ്റ്റാർ അനീസ്, 3 ഏലക്ക, 2 ബേസിൽ ലീവ്സ്, ഉള്ളി വറുത്ത എണ്ണയിൽ നിന്ന് അല്പം, പിന്നെ നെയ്യ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളക്കുമ്പോൾ കഴുകിയ 3½ ഗ്ലാസ് ബസ്മതി റൈസ് ചേർക്കുക. അരി നന്നായി വെള്ളം വറ്റിയ ശേഷം തയ്യാറാക്കി വെച്ച പനീർ മസാലയിലേക്ക് വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും റൈസും ചേർത്ത് ലെയറായി ഇടുക. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കുക. പനീർ ബിരിയാണി റെഡി.